1975 ഏഴിയാക്കുന്നേൽ ജോസഫും ഭാര്യ ഏലിക്കുട്ടിയും കാപ്പിമലയിലെ 6 ഏക്കർ സ്ഥലം സ്വന്തമാക്കിയത്. വന്യമൃഗങ്ങളോടും മണ്ണിനോടും മല്ലടിച്ച് കൃഷിഭൂമിയാക്കിയ സ്ഥലത്തിന് 2009 അവകാശവാദവുമായി വനംവകുപ്പ് രംഗത്തെത്തിയത്. എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഈ വീട് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്. വർഷങ്ങൾ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത ഭൂമിയിൽ നിന്നും ഒരു ചുള്ളിക്കമ്പ് പോലും മുറിച്ചെടുക്കാനാവാത്ത അവസ്ഥയിലാണ് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇരുവരും. ഫോറസ്റ്റിന്റെ ഭൂമി അല്ലെന്നുള്ളത് ഈ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളും കൂടിക്കളാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാൻ. ഈ സർക്കാർ വന്നാലും കാര്യമില്ല. പൈസ ഉള്ളവനും പുറകെ പോകാൻ പറ്റുന്നവർക്കും ഇവിടെ ഇപ്പം ചാത്തൻ്റെ പേരിൽ ഈ 3.5 ഏക്കർ കിടക്കുന്നതുകൊണ്ട് ചാത്തന് ഇപ്പം പോകാൻ പറ്റിയല്ല. ചാത്തൻ കഴിഞ്ഞ പ്രാവശ്യം ഫോറസ്റ്റ് എല്ലാവരും കൂടി ഇവിടെ വന്നപ്പോഴും പറഞ്ഞ് എൻ്റെ ഒരു ജന്മം തീരാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും എനിക്കൊന്ന് ആക്കിത്താ. ഒരു വിറ്റിട്ട് ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ, അത് ഈ ഫോറസ്റ്റുകാരുടെ ഒറ്റ ഒരു കാരണമായത്. ഇതിനകത്ത് നിന്ന് ഒരു തടി മുറിച്ചത് കണ്ടോ, ഇതിനൊരു തൂണ് കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. 2009 വരെ ഭൂമിക്ക് നികുതിയും നൽകിയിരുന്നു. എന്നാൽ വനഭൂമിയോട് ചേർന്ന് മൂത്ത മകന് നൽകിയ ഭൂമിക്ക് നികുതി സ്വീകരിക്കുന്നുണ്ട്. വനാതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകൾ മാറിയുള്ള 5 ഏക്കർ ഭൂമിയിലാണ് വനം വകുപ്പിന്റെ അവകാശവാദം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ സർവേ നടപടികളാണ് ഈ കർഷക കുടുംബത്തിന് തിരിച്ചടിയായത്. വനം വകുപ്പിന്റെ അനാസ്ഥ മൂലം വഴിയാധാരമായി പോകുമോ എന്ന ഭീതിയിലാണ് ഈ കുടുംബം. റിപ്പോർട്ടർ, കണ്ണൂർ.